ഹലോ ഫ്രണ്ട്സ്, ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്നുള്ള ടോപ്പിക്കാണ്. PSCയുടെ ഏത് പരീക്ഷ എടുത്താലും ഇപ്പം 10th ലെവൽ പ്രിലിമിനറി എക്സാം ആണെങ്കിലും മെയിൻസ് എക്സാം ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും +2 ലെവൽ എക്സാമിലൊക്കെ ആണെങ്കിലും ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്നുള്ള ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് നേരത്തെ പഠിച്ചു കഴിഞ്ഞ കൂട്ടുകാർക്ക് ഇതൊരു റിവിഷൻ വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വിറ്റാമിനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അല്ലേ, അതിൻ്റെ മലയാളം എന്താണ്? ജീവകങ്ങൾ. അപ്പോൾ ജീവകങ്ങളിലും അപര്യാപ്ത രോഗങ്ങളും. ഓക്കെ, നമുക്ക് ഈ ജീവകങ്ങൾ എവിടെ നിന്നുമാണ് നമുക്ക് ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ് ഒക്കെ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം എവിടെ നിന്നുമാണ് ജീവകങ്ങൾ വിറ്റാമിൻസിനൊക്കെ കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമൊക്കെയാണ് അല്ലേ, പച്ചക്കറികളിൽ നിന്നുമൊക്കെയാണ് നമുക്ക് വിറ്റാമിൻസ് അതായത് പോഷകങ്ങൾ ലഭിക്കുന്നത്. ഈ ജീവകങ്ങൾ കണ്ടെത്തിയ ആളും അതുപോലെ ജീവകത്തിന് പേരു നൽകിയ ആളും വ്യത്യസ്തമാണ്. അപ്പോൾ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻ ആണ്. ഫ്രെഡറിക് ഹോപ്കിനാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. ഈ ജീവകങ്ങൾക്ക് പേരു നൽകിയത് ആളാരെന്ന് ചോദിച്ചാൽ കാസിമർ ഫ്രങ്ക് ആണ് ജീവകങ്ങൾക്ക് പേര് കണ്ടെത്തിയത്. ഇനി ജീവകങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ജലത്തിൽ ലയിക്കുന്നവയെന്നും പിന്നെ ജലത്തിൽ ലയിക്കുന്നവ എന്നും പിന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജീവകത്തെ പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നു. അപ്പോൾ ജീവകങ്ങൾ പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകങ്ങളാണ് ജീവകങ്ങൾ കണ്ടെത്തിയ ആൾ ഫ്രെഡറിക് ഹോപ്കിനാണ്. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫ്രങ്ക് ആണ്. ജീവകങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് A, D, E, K. ജീവകം A, ജീവകം D, ജീവകം E, ജീവകം K. ഇനി ഈ ഓരോ ജീവകങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനിയും ജീവകം A ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ കാണുന്ന ജീവകമാണ് ഏത്? ജീവകം A. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോളാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോളാണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഏത്? കരോട്ടിൻ. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. ഈ നമ്മുടെ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ക്യാരറ്റിനൊക്കെ ഓറഞ്ച് കളർ നൽകുന്നത്, ക്യാരറ്റിനൊക്കെ ഓറഞ്ച് കളറല്ലേ, അപ്പോൾ അത് നൽകുന്ന ആരാണ്? കരോട്ടിനാണ്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണെന്നറിയോ? ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. ജീവകം എ സംഭരിക്കുന്നത് ഓക്കെ ആണല്ലോ, സംഭരിക്കുന്നു. ഇനി നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യകരമായിട്ടുള്ള വൈറ്റമിനാണ് ഏത്? ജീവകം എ. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് ഏത്? നിശാന്തത. ജീവകം എയുടെ അപര്യാപ്ത രോഗങ്ങളാണ് നിശാന്തത, അതുപോലെ തന്നെ സിറോഫ്താൽമിയ. ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ ഈ രീതിയിൽ എഴുതിയാൽ മതി, ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കണം ജീവകമേ ധാരാളമായിട്ട് കാണുന്നത് നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് ജീവകമേ നമ്മൾ പഠിച്ചു. ഇനി ഈ ജീവകമേ ധാരാളം കാണപ്പെടുന്ന എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? അതായത് ഒന്ന് നമ്മൾ പഠിച്ചു ജീവകമേ എവിടെ ഉണ്ട്? ക്യാരറ്റിലുണ്ട്, അതുപോലെ ചീരയിലുണ്ട്, പാൽ ഉൽപ്പന്നങ്ങളിലുണ്ട്.
ഉൽപ്പന്നങ്ങളിലുണ്ട്. പിന്നെ എവിടെയാണ്? കരളിലുണ്ട്, പയറിലയുണ്ടല്ലോ, പയറിലയിലുണ്ട്, ചേമ്പിലയിലുണ്ട്, മുരിങ്ങ ഇലയിലൊക്കെ എന്താണ്? നമ്മുടെ ജീവകം എ ഉണ്ട്. അപ്പം പഠിച്ച കാര്യങ്ങൾ നോക്കാം. നമുക്ക് പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ എന്നറിയപ്പെടുന്നത്. ജീവകം കണ്ടെത്തിയത് ഫെഡറിക് ഹോപ്കിൻ ആണ്. ജീവകത്തിൻ്റെ പേര് നൽകുന്നത് കാസിമർ ഫ്രങ്ക് ആണ്. ജീവകങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു: ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവയ്ക്ക് എക്സാമ്പിളാണ് ജീവകം ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. വിറ്റാമിൻ എയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയെ കാണുന്ന ജീവകമാണ് വിറ്റാമിൻ എ. റെറ്റിനോൾ എന്നാണ് ശാസ്ത്രീയ നാമം. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിനൊക്കെ കാരണം കരോട്ടിനാണ്. ജീവകം എ കരളിലാണ് സംഭരിക്കുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യകരമായിട്ടുള്ള വിറ്റമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയ. വിറ്റാമിൻ എ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാരറ്റ്, ചീര, മുരിങ്ങയില, ചേമ്പില, പയറില, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവ. ഇനിയും ജീവകം എ കണ്ടെത്തിയ ആൾക്കാരാണ്, അതിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ആരാണ്? മാർഗരറ്റ് ഡേവിസ്, എൽമർ മക്കുലം. ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്ന ആൾക്കാർ ഞാൻ കുറച്ച് ഇങ്ങോട്ടോട്ട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ജീവകമയുടെ താഴോട്ടങ്ങ് എഴുതിയാൽ മതി. ബാക്കി ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആകും. എല്ലാമായല്ലോ. ഇനിയും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ജീവകമേ കണ്ടെത്തിയത് മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലമാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ജീവകം ഡീനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജീവകം ഡി ഓക്കെ ആണല്ലോ. ഇനിയും ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? റെറ്റിനോളാണ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ജീവകം ഡിയുടെ അപരനാമം, ജീവകം ഡി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൺഷൈൻ വൈറ്റമിൻ. അപ്പോൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. നമുക്ക് ഇതെന്താണ്? പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്നില്ല. സൺഷൈനിൽ നിന്നുമാണ് കിട്ടിയല്ലോ. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ഏത്? ജീവകം ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. കണ അഥവാ റിക്കറ്റ്സ് രോഗമാണ്. ശരീരത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. എന്തിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്നത്? ശരീരത്തിലെ കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് എവിടെയാണെന്നറിയോ? മത്സ്യ എണ്ണയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മത്സ്യ എണ്ണയിൽ ജീവകം ഡി ധാരാളമായിട്ട് കാണപ്പെടുന്നു. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണെന്നറിയോ? ജീവകം ഡി ആയിട്ട് മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോളാണ് ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ്. ഇനിയും ജീവകം ഡിയുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ഉണ്ട്. ജീവകം ഡി പ്രധാനമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് പാലുൽപ്പന്നമാണ് ജീവകം ഡി പ്രധാനമായിട്ട് ലഭിക്കുന്ന ഭക്ഷ്യവസ്തു. ഇനി എന്താണുള്ളത്? സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയോ?
വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അപ്പോൾ ജീവകം ഡിയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോള്. ജീവകം ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വൈറ്റമിൻ. പച്ചക്കറികളിൽ നിന്നും ജീവകം ഡി ലഭിക്കുന്നില്ല. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു ജീവകം ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. മത്സ്യ എണ്ണയിൽ ധാരാളമായിട്ട് നമ്മുടെ ജീവകം ഡി കാണപ്പെടുന്നു. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണേത്? എർഗോസ്റ്റിറോൾ. ജീവകം ഡി പ്രധാനമായിട്ടും ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ പാലുൽപ്പന്നങ്ങളാണ്. പാലുൽപ്പന്നങ്ങളിൽ ധാരാളമായിട്ട് ജീവകം ഡി ലഭിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതാണ്? നമുക്ക് ജീവകം ഇയെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണേത്? ടോക്കോഫിറോൾ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണിത് നമ്മുടെ വന്ധ്യത എന്ന രോഗം ജീവകം ഇയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ എവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നത്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യം എന്തിൻ്റെയൊക്കെയാണ്? നാഡികളുടെയും അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുണ്ട്. ഇവരുടെയൊക്കെ ആരോഗ്യത്തിന് ജീവകം ഇ ആണ്. ജീവകം ഇ പ്രധാനമായിട്ടും ലഭിക്കുന്നത് എവിടെ നിന്ന്? നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത് സസ്യ എണ്ണയിൽ നിന്നും ലഭിക്കുന്നു കേട്ടോ, സസ്യ എണ്ണയിൽ. അപ്പോൾ ജീവകം ഇയെ കുറിച്ചിട്ട് പറയാം. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ഇ. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. നാഡികൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം ഇ. സസ്യ എണ്ണയിൽ നിന്നും ജീവകം ഇ പ്രധാനമായിട്ടും ലഭിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ജീവകത്തെക്കുറിച്ച് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകമാണ് ജീവകം കെ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം. അപ്പോൾ എന്തിനു സഹായിക്കുന്ന? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഇനി തണുപ്പിക്കുമ്പോൾ തണുപ്പിക്കുമ്പോൾ എന്താണ്? ജീവകം കെ നഷ്ടപ്പെടുന്നു അല്ലേ? ജീവകം കെ നഷ്ടപ്പെടുന്നു. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ഓക്കെ ആണല്ലോ? ലോക ഹീമോഫീലിയ ദിനം കൂടെ അറിഞ്ഞിരിക്കുക. ഏപ്രിൽ 17ആണ്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്നതാണ് ജീവകമാണ് ജീവകം കെ. ചെറുകുടലുണ്ടല്ലോ, അപ്പോൾ ഈ ചെറുകുടലിലെ ആര് നിർമ്മിക്കുന്നു? ബാക്ടീരിയകൾ നിർമ്മിക്കുന്നതാണ് ജീവകം കെ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെന്നറിയോ?
ക്യാബേജിൽ നിന്നും ജീവകം കെ നമുക്ക് ലഭിക്കുന്നു. ചീരയുണ്ട്. പിന്നെ കോളിഫ്ലവർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. തണുപ്പിക്കുമ്പോൾ ജീവകം കെ നഷ്ടമാകുന്നു. ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലൊക്കെ ഇവിടെയാണ് ജീവകം കെ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നു. ക്ലിയർ ആയല്ലോ. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ജീവകം ബി ആണ്. ഈ ജീവകം ബി കുറച്ച് വളരെയധികം കുറേ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജീവകം ബി. ഇനി ഈ ജീവകം ബിയിൽ B1 ഉണ്ട്, B2 ഉണ്ട്, B3, B5, B6, B7, B9, B12 വരെയുള്ള ജീവകങ്ങൾ ഉണ്ട്. ഇതിൽ ജീവകം B1 ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് അരിയുടെ തവിട്. അരിയുടെ തവിടിൽ ജീവകം B1 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വായ്പുണ്ണിന് കാരണമാകുന്ന ജീവകം, വായ്പുണ്ണുണ്ടല്ലോ, ഈ വായ്പുണ്ണിന് കാരണം ആരാണ്? ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ആവശ്യമാണ്. എന്തിനൊക്കെ ആവശ്യം? ജീവകം ബി ത്വക്കിൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ഇതിനൊക്കെ ആരാണ്? ജീവകം ബി ആവശ്യമാണ്. ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. നമ്മുടെ പാലൊക്കെ ഉണ്ടല്ലോ, ഈ പാലിനൊക്കെ ഒരു ഇളം മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. തനി വെള്ളയല്ലല്ലോ. അപ്പോൾ ഇളം മഞ്ഞ നിറം നൽകുന്നു. അതേതാണ്? B2 ആണ്. ജീവകം B2 ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകും. ഈ B2 സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നു. ക്ലിയർ ആയല്ലോ. ജീവകം B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം എച്ച് എന്നറിയപ്പെടുന്ന രോഗമല്ല, വിറ്റാമിനാണ് B7. ജീവകം എച്ച് എന്നറിയപ്പെടുന്ന B7 ആണ്. വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് B2. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എച്ച് ആണ്. ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിനൊക്കെ ആവശ്യം B9 ആവശ്യമാണ്. മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്നത് ഏതാണ്? B12 ആണ് മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിന്. B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണേത്? പെർനീഷ്യസ് അനീമിയ. ഓക്കെ ആണല്ലോ. ഇനി ഈ ജീവകം ബി ലഭ്യമാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മുട്ടയുണ്ട്, പാലുണ്ട്, ചേമ്പിലയുണ്ട്, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ധാന്യങ്ങളുടെ തവിട്. അപ്പോൾ ബീനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. ജീവകം B1 ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം അതാണ് അരിയുടെ തവിട്. വായ്പുണ്ണിന് കാരണമാകുന്ന ജീവകം വിറ്റാമിൻ ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. പിന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ആവശ്യമായത് ജീവകം ബി ആണ്. B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിനൊക്കെ കാരണം B2 ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നതും B2 ആണ്. B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണ്.
ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് B7 ആണ്. പിന്നെ ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. മഴവെള്ളത്തിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് B12. കൊബാൾട്ട് അടങ്ങിയത് കേട്ടോ, കൊബാൾട്ട് അടങ്ങിയ വിറ്റാമിനും B12 ആണ്. കൊബാൾട്ട്. B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം ബിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മുട്ട, പാല്, ചേമ്പില, ധാന്യങ്ങളുടെ തവിട് മുതലായവ. ഇത്രയുമാണ് ബി അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു ഓരോ വിറ്റാമിൻ B1 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിറ്റാമിൻ B1ൻ്റെ ശാസ്ത്രീയ നാമമാണ് തയാമിൻ. വിറ്റാമിൻ B1 ആണ് തയാമിൻ. B2ൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയോ? വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു അല്ലേ, വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നു പറഞ്ഞു. അതുപോലെ തന്നെ റൈബോഫ്ലാവിൻ വിറ്റാമിൻ B1 ആണ്. ഇനി വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് B3 ഏതാണ്? നിയാസിൻ. വിറ്റാമിൻ B3 നിയാസിൻ. വിറ്റാമിൻ B5 അതിൻ്റെ ശാസ്ത്രീയ നാമം പാന്തോതെനിക്കെന്നും ഒക്കെ പറയുന്നുണ്ട്. പാന്തോതെനിക് ആസിഡ് എന്നാണ്. നെക്സ്റ്റ് വിറ്റാമിൻ B6ൻ്റെ ആണെങ്കിൽ പിരിഡോക്സിൻ. വിറ്റാമിൻ B6ൻ്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ ആണ്. B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ. വിറ്റാമിൻ ഏതെന്നറിയപ്പെടുന്നു നമ്മൾ പഠിച്ചായിരുന്നു, വിറ്റാമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നു. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. അടുത്തത് B12 ആണ്. സയനോകൊബാലമിൻ. ഓക്കെ. അപ്പോൾ വിവിധ ജീവകങ്ങളിലും അവരുടെ ശാസ്ത്രീയ നാമം നോക്കിയത് വിറ്റാമിൻ B1 തയാമിൻ, വിറ്റാമിൻ B2 വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നു. റൈബോഫ്ലാവിൻ ആണ് ശാസ്ത്രീയ നാമം. B3 നിയാസിൻ, B5 പാന്തോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നു. B9 ഫോളിക് ആസിഡാണ്. B12 സൈനോകൊബാലമിൻ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജീവകം സി ആണ്. ജീവകം സി. അപ്പം ജീവകം സി. ഓക്കെ, അപ്പോൾ നമുക്ക് ജീവകം സിയുടെ സ്റ്റാർട്ട് ചെയ്യാം. പാല്, മുട്ട എന്നിവയിൽ നമ്മളെല്ലാത്തിലും പാല് മുട്ടയിലുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ പാലിലും മുട്ടയിലും ഒന്നും ഇല്ല ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം സി ആണ്. ജീവകം സി ധാരാളമായിട്ട് ഇപ്പോൾ കാണപ്പെടുന്ന എവിടെയാണ്? പുളി രുചിയുള്ള പഴങ്ങളിലാണ്. പുളി രുചിയുള്ള പഴങ്ങളിലാണ് ജീവകം സി ധാരാളമായിട്ട് കാണപ്പെടുന്നത്. നമുക്ക് കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. എന്താ പറഞ്ഞത്? കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്നു അല്ലേ? ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്നു. അപ്പം പാല്, മുട്ട എന്നിവയിൽ നിന്നും ജീവകം സി ലഭിക്കുന്നില്ല. അസ്കോർബിക് ആസിഡ് എന്നാണ് ശാസ്ത്രീയ നാമം. പുളിരുചിയുള്ള പഴങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നു. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് വിറ്റാമിൻ സി, ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വിറ്റാമിൻ സി, ജീവകം സി എന്താണ്? നഷ്ടമാകുന്നു. നമുക്കതുപോലെ തന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യം. രോഗപ്രതിരോധ ശേഷിക്ക്
ശേഷിക്കാവശ്യം. അതുപോലെ തന്നെ ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അറിയപ്പെടുന്ന പേരുകളാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അറിയപ്പെടുന്നത് ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ്. ഈ ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഇപ്പം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ് സ്കർവി. അത് ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു. മുറിവ് ഉണങ്ങാനൊക്കെ സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് ഇതൊക്കെ: പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. പാല്, മുട്ട എന്നിവയിലൊക്കെ അല്ലാത്തതാണ് ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. പുള്ളി രുചിയുള്ള പഴങ്ങളിലൊക്കെ ധാരാളം കാണപ്പെടുന്നു. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നു. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്. ത്വക്ക്, പിന്നെന്താണ്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിന് ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു. പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന എന്താണ്? ജീവകം സി ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായോ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ച ഈ ജീവകങ്ങൾ മൂലം ഒക്കെ നമ്മൾ പല രോഗങ്ങളും പഠിച്ചു. അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപര്യാപ്ത രോഗങ്ങൾ ഈ രീതിയിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ചുമയൊക്കെ വരുന്നത് കേട്ടോ. ജീവകം A1 അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മാലക്കണ്ണ്. ഈ മാലക്കണ്ണെന്ന് കേട്ടിട്ട് ഓർമ്മയില്ലെങ്കിൽ നടത്തണം, നാം പറഞ്ഞായിരുന്നു നിശാന്തത. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ A1 എന്നും കൂടി ഓർത്തിരിക്കുക. മാലക്കണ്ണ്. ഈ A2 ഉണ്ട് കേട്ടോ, അതിൻ്റെയാണ് സിറോഫ്താൽമിയ. അടുത്തത് B1. ജീവകം B1 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് എന്താ പറഞ്ഞായിരുന്നു നമ്മൾ? ബെറിബെറി. ജീവകം B3 അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണിത് പെല്ലഗ്ര. ജീവകം B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത് B12 പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പെർണീഷ്യസ് അനീമിയ. ജീവകം സിയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ് സ്കർവി. ജീവകം ഡിയോ കണ അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞായിരുന്നു റിക്കറ്റ്സ്. ഇനിയും ജീവകം ഈയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം പറഞ്ഞായിരുന്നു ഏതായിരുന്നു? വന്ധ്യത. ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതായിരുന്നു? ഹീമോഫീലിയ. ഇനി ക്ലിയർ ആയല്ലോ. ഇത്രയുമാണ് പ്രധാന അപര്യാപ്ത രോഗങ്ങൾ. ഇതുപോലെ തന്നെ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഇതൊക്കെ പരീക്ഷയിൽ റിപ്പീറ്ററാണ്. ഇനി ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, നമ്മുടെ രക്തത്തിലൊക്കെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ. ഈ ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നമുക്ക് അനീമിയ ഉണ്ടാകും. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അഭാവം മൂലമാണെങ്കിലും അനീമിയ ഉണ്ടാകും. ഇനി മെലാനിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. മെലാനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ് വെള്ള
വെള്ളപ്പാണ്ട്. അപ്പോൾ ക്ലിയർ ആയാലും ഇത്രയും എന്തൊക്കെയാണ് പഠിച്ചത്? പിന്നെ നമുക്കറിയാം അയഡിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്നില്ലേ? അയഡിൻ ഉപ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എന്താണ്? ഗോയിറ്റർ അല്ലേ? ഗോയിറ്റർ അല്ലേ? അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ്റെ കുറവാണെങ്കിൽ ഡയബറ്റിക് മെല്ലിറ്റസ് ഉണ്ടാകുന്നു. അപര്യാപ്ത രോഗങ്ങൾ നോക്കാം. ജീവകം A1ൻ്റെ കുറവ് മൂലം മാലക്കണ്ണ് അഥവാ നിശാന്തത, A2ൻ്റെ സിറോപ്താൽമിയ, B1ൻ്റെ കുറവ് മൂലം ബെറിബെറി, B3 പെല്ലഗ്ര, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ, സിയുടെ കുറവ് മൂലം സ്കർവി, ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് അഥവാ കണ, ജീവകം ഇയുടെ കുറവ് മൂലം വന്ധ്യത, കെയുടെ ഹീമോഫീലിയ, മാംസ്യത്തിൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? കാഷിയോർക്കർ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ കാഷിയോർക്കറും ഉണ്ട്. പിന്നെ ഒരെണ്ണൂടെ ഉണ്ടായിരുന്നു കേട്ടോ, മരാസ്മസും. അതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. മരാസ്മസും ഉണ്ടാകുന്നു. പിന്നെ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലവും ഇരുമ്പിൻ്റെയൊക്കെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. മെലാനിൻ്റെ കുറവ് മൂലം വെള്ളപ്പാണ്ടുണ്ടാകുന്നു. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ. ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട്. നമ്മുടെ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഏത്? തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അറിയത്തില്ലേ? ഗോയിറ്റർ. ഇനി വാസോപ്രസിനുണ്ട്. ഈ വാസോപ്രസിൻ്റെ കുറവ് മൂലം ഡയബറ്റിക് ഇൻസിപിഡസാണ് ഉണ്ടാകുന്നത്. ഇനി ഇൻസുലിൻ്റെ കുറവാണെങ്കിലോ, ഇൻസുലിൻ്റെ കേസിലാണെങ്കിലോ, ഇൻസുലിൻ്റെ കുറവിൽ ഡയബറ്റിക് മെല്ലിറ്റസ് ഉണ്ടാകുന്നത്. ഡയബറ്റിക് മെല്ലിറ്റസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? ഈ പെല്ലഗ്ര ബാധിക്കുന്ന അവയവം ഏതാണെന്നറിയോ? അത് ത്വക്കാണ്. പെല്ലഗ്ര ബാധിക്കുന്നത് ത്വക്കിനാണ്. പയോറിയ ബാധിക്കുന്ന എവിടെയാണെന്നറിയോ? പയോറിയ ബാധിക്കുന്ന എവിടെയാണെന്നറിയോ? പയോറിയ ബാധിക്കുന്നത് മോണയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും അതുവരെ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം താങ്ക് യു.